ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചവറയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ വികസനത്തിനാവശ്യമായ പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ടെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയുടെ വിളനിലമാണ് കേരളം. അതുകൊണ്ടുതന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സംസ്ഥാനം നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണെന്നും നമ്മുടെ കൺമുന്നിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കേരളം കടന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ നൽകിയ വിധി അത് ശരിയാകുമോ എന്നാണ് സ്വാഭാവികമായും പരിശോധിക്കുക. കഴിഞ്ഞ വിധി ഒരു കേവലം സാധാരണഗതിയിൽ കണക്കൂട്ടാവുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ദീർഘകാല ചരിത്രം അത് തിരുത്തുന്ന വിധിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു കേരളത്തിൻ്റെ പതിവ്. അതാണ് ജനങ്ങൾ തിരുത്തിയത്. ആ തിരുത്തൽ ജനങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. നമ്മുടെ കേരളം രണ്ട് മുന്നണികളാണല്ലോ പ്രധാനമായും ഉണ്ടായിരുന്നത്. അത് ജനങ്ങളുടെ അനുഭവത്തിൽ LDF ഭരിക്കുന്ന ഘട്ടത്തിൽ നാടിന് വികസനം ഉണ്ടാകുന്നു, മുന്നേറ്റം ഉണ്ടാകുന്നു, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എല്ലാം ശുഭമായി നടക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു, UDF അധികാരത്തിൽ വരും. കേരളം എവിടെ വരെയാണോ വികസിച്ചെത്തിയത് അവിടെ നിർത്തുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നില്ല. ചിലതെല്ലാം തകർത്ത് കളയുന്നു, ചിലത് ഉപേക്ഷിക്കുന്നു, ചിലത് സ്തംഭിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നിനും തുടർച്ചയില്ല. നാട് വലിയ തോതിൽ പുറകോട്ട് പോകും. ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു. പുത്തലത്ത് ദിനേശൻ, S സുദേവൻ, K വരദരാജൻ, ഡോക്ടർ PK ഗോപൻ, സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള, രാജമ്മ ഭാസ്കരൻ, സൈനുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, G മുരളീധരൻ, R രവീന്ദ്രൻ, ഫാസിൽ, സിനിൽ, ചവറ ഷാ, സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.